ഹായ് എവരി വൺ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഏതൊരു മലയാളത്തിലെ വലിയ സെൻറ്റൻസ് ആയിക്കോട്ടെ ചെറിയ സെൻറ്റൻസ് ആയിക്കോട്ടെ ഇംഗ്ലീഷിലേക്ക് പെട്ടെന്ന് ആലോചിച്ച് സംസാരിക്കാനുള്ള ട്രിക്സാണ് വീഡിയോയിൽ പറയാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നീ ഇതിനു മുമ്പ് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ, എന്തു പറ്റി? എന്നോട് പറയൂ. എപ്പോഴും ചിരിച്ച് വർത്തമാനം പറയുന്ന ഒരാൾ പെട്ടെന്ന് മുഖം കറുപ്പിച്ച് ദേഷ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്, ഇതിനു മുമ്പ് നീ ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ, എന്തു പറ്റിയെന്ന്. സോ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, യു നെവർ യൂസ്ഡ് ടു ടോക്ക് ലൈക്ക് ദിസ് ബിഫോർ, ടെൽ മീ വാട്ട്സ് റോങ്. ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. നെവർ യൂസ്ഡ് ടു ടോക്ക് ലൈക്ക് ദിസ്, ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. എങ്ങനെ പറയാം? നെവർ യൂസ്ഡ് ടു ടോക്ക് ലൈക്ക് ദിസ്. നീ മുമ്പ് ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. യു നെവർ യൂസ്ഡ് ടു ടോക്ക് ലൈക്ക് ദിസ് ബിഫോർ. എങ്ങനെ പറയാം? യു നെവർ യൂസ്ഡ് ടു ടോക്ക് ലൈക്ക് ദിസ് ബിഫോർ. എന്നോട് പറയൂ. ടെൽ മീ വാട്ട്സ് റോങ്. എന്തു പറ്റി? യു നെവർ യൂസ്ഡ് ടു ടോക്ക് ലൈക്ക് ദിസ് ബിഫോർ. നീ ഇതിനു മുമ്പ് എന്നോട് ഇങ്ങനെ സംസാരിക്കാറില്ലല്ലോ. വാട്ട് ഹാപ്പൻഡ്? അല്ലെങ്കിൽ വാട്ട്സ് റോങ്, എന്തു പറ്റി? ടെൽ മീ, എന്നോട് പറയൂ. 2 മാസം മുമ്പ് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ കണ്ടു. എങ്ങനെ പറയാം? 2 months ago, 2 മാസം മുമ്പ്. ഐ വെൻറ്റ്, ഞാൻ പോയി. ടു ബാംഗ്ലൂർ, ബാംഗ്ലൂരിലേക്ക്. വേർ, അവിടെ വെച്ച്. ഐ സോ, ഞാൻ കണ്ടു. മൈ ഫ്രണ്ട്, എൻ്റെ ഫ്രണ്ടിനെ. പ്ലീസ് റിപ്പീറ്റ്, എൻ്റെ ഒപ്പം പറയൂ. 2 months ago, I went to Bangalore, where I saw my friend. നമുക്ക് ഒന്നുകൂടി ഈ സെൻറ്റൻസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്താലോ? 2 months ago, I went to Bangalore, where I saw my friend. എവിടെ എന്ന് ചോദിക്കാനും അവിടെ വെച്ച് എന്ന് പറയുന്നിടത്തും where ഉപയോഗിക്കാം. ഇതുപോലുള്ള മനുഷ്യരോട് ഒരു കരുണയും തോന്നേണ്ട ആവശ്യമില്ല. എന്നെങ്ങനെ പറയാം? Don't take pity on these humans. Don't take pity on these humans. Please repeat. Don't take pity on these humans. ഞാനും എൻ്റെ സുഹൃത്തും ഇന്നൊരു സിനിമയ്ക്ക് പോകുകയാണ്. മൈ ഫ്രണ്ട് ആൻഡ് ഐ ആർ ഗോയിങ് ഫോർ എ മൂവി ടുഡേ. മൈ ഫ്രണ്ട് ആൻഡ് ഐ, ഇങ്ങനെ 2 പേരെ കുറിച്ച് പറഞ്ഞത് കൊണ്ടാണ് ഇവിടെ ആർ എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. ഗോയിങ് ഫോർ എ മൂവി, ഒരു സിനിമയ്ക്ക് പോകുകയാണ്. ടുഡേ, ഇന്ന്. പ്ലീസ് റിപ്പീറ്റ്. മൈ ഫ്രണ്ട് ആൻഡ് ഐ ആർ ഗോയിങ് ഫോർ എ മൂവി ടുഡേ. എന്തു പറ്റി? ആരെങ്കിലും നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് നമ്മൾ പെട്ടെന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു സുഹൃത്തിനോട് ചോദിക്കാറില്ലേ? വാട്ട്സ് റോങ്, എന്തു പറ്റി? ഹാസ് എനിവൺ സെഡ്, ആരെങ്കിലും പറഞ്ഞോ? സംതിങ് ടു യു, എന്തെങ്കിലും. ടു യു, നിന്നോട്. പ്ലീസ് റിപ്പീറ്റ്. ഹാസ് എനിവൺ സെഡ് സംതിങ് ടു യു? വാട്ട്സ് റോങ്, എന്തു പറ്റി? ഇവിടെ സെൻറ്റൻസിൽ എനിവൺ എന്നതിന് പകരം സംവൺ എന്നും ഉപയോഗിക്കാം. കാരണം രണ്ടിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. ഞാൻ നിൻ്റെ കൂടെ വരേണ്ടതായിരുന്നു. എങ്ങനെ പറയാം? ഐ ഷുഡ് ഹാവ് കം വിത്ത് യു. ഐ ഷുഡ് ഹാവ്, ഞാൻ വരേണ്ടതായിരുന്നു. കം വിത്ത് യു, നിൻ്റെ കൂടെ. ഐ ഷുഡ് ഹാവ് കം വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ വരേണ്ടതായിരുന്നു. ഇങ്ങനെ വരേണ്ടതായിരുന്നു, ചെയ്യേണ്ടതായിരുന്നു, പറയേണ്ടതായിരുന്നു, ഇങ്ങനെയൊക്കെ പറയുന്നിടത്ത് ഷുഡ് ഹാവ് ഉപയോഗിച്ച് പറയാം. അവൻ നിന്നെ വിളിച്ചിട്ടുണ്ടാകും. എങ്ങനെ പറയാം? ഹി മേ ഹാവ് കോൾഡ് യു. ഇവിടെ വിളിച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഒരു ഉറപ്പില്ലാത്ത കാര്യമാണ്, ഒരു പോസിബിലിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. സോ അവിടെ മേ ഹാവ് ഉപയോഗിച്ച് പറയാം. ഹി മേ ഹാവ് കോൾഡ് യു അല്ലെങ്കിൽ ഹി മൈറ്റ് ഹാവ് കോൾഡ് യു എന്നും പറയാം. രണ്ടും ഒരേ അർത്ഥമാണ്. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് പറയുവാണ്, എനിക്ക് ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചപ്പോൾ നല്ലത് എന്ന് തോന്നി, അങ്ങനെ ചെയ്താലോ എന്നൊക്കെ ഒരു സജഷൻ ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ പറയും, ഞാനും ഇത് തന്നെ ചെയ്യണമെന്ന് ആലോചിച്ചിരുന്നത് എന്ന് പറയാറില്ലേ? ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ പറയാം, ഐ വാസ് ഓൾസോ തിങ്കിങ് ഓഫ് ഡൂയിങ് ദ സെയിം. ഐ വാസ് ഓൾസോ തിങ്കിങ് ഓഫ് ഡൂയിങ് ദ സെയിം. ഞാനും അതുതന്നെ ചെയ്യണമെന്നാണ് ആലോചിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.